ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? വെറുതെ ചോദിച്ചതേ ഉള്ളൂ, നീ പറ. നീ ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? ഇനി ഒരിക്കൽ പോലും ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ. ചോദിക്കാൻ ഞാൻ ഇനി ഉണ്ടാവില്ലല്ലോ. എന്നുവെച്ചാ? ഒന്നുമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങാന്ന് ഉദ്ദേശിച്ചേ. പുറത്തേക്ക് പോകുമ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നുണ്ടോ? ഒന്ന് പോയേ. ആങ്ങളെ ഭയങ്ങളെ എന്ത് പറ്റിയടന്ന് സ്പെഷ്യലായിട്ട് നീ ബയ്യൊക്കെ പറയുന്നുണ്ടല്ലോ. സ്ഥിരമായിട്ട് നീ അങ്ങ് ഈ വീട് വിട്ട് പോവാൻ പോണോ? എന്താ ആങ്ങളെ? ഞാൻ തമാശ പറഞ്ഞതാ, തമാശ. ഇവനെന്താ അങ്ങനെ പറഞ്ഞ? എന്തായാലും ഇവനായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി സച്ചിദാനന്ദ ഗോവിന്ദ മാധവ കൃഷ്ണ മുകുന്ദ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവല്ലേടാ, അത് തടസ്സപ്പെടുത്തി. ഭഗവാനേ കൃഷ്ണ. അയ്യോ മുത്തശ്ശി, ദൈവം ഒന്നും ചെയ്യത്തില്ല, വിട്. എടാ എങ്ങനെയൊന്നും പറയല്ലേ, ദൈവകോപം വരുത്തി ഉള്ള ഐശ്വര്യം കൂടി ഇല്ലാതാക്കണം. നല്ലതൊക്കെ പുള്ളി എന്നേ മറന്നിരിക്കുന്നു. എന്തോ നട, നിനക്ക് നല്ല സുഖമില്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്നില്ല, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ ആണോ? ഞാൻ എപ്പോഴും ചിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് കൊച്ചുമക്കളെ തന്നേക്ക്, അവരുമായിട്ട് ഞാൻ എപ്പോഴും കളിച്ച് ചിരിച്ചിരുന്നേക്കാം. അതൊരിക്കലും നടക്കില്ല മുത്തശ്ശി. നാണം വന്നല്ലേ? നോക്ക് നോക്ക് അവന്റെ മുഖത്ത്. ഓഹോ, എത്രയും വേഗം സന്താന ഭാഗ്യം ഉണ്ടാവട്ടെ മോനെ. എന്താ മോനെ? എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. അതവിടെ വെക്കാം, എനിക്ക് അമ്മയോട് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ട്. എന്താടാ കാര്യം? ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കാം, അമ്മയ്ക്കും തോന്നരുത്. ചോദിക്ക്. എനിക്ക് അനിയനോ അനിയത്തിയൊക്കെ ജനിച്ചതിന് ശേഷം എന്റെ അടുത്തുള്ള സ്നേഹം അമ്മയ്ക്ക് കുറയില്ലല്ലോ അല്ലേ? എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോടുള്ള സ്നേഹത്തിന് ഞാൻ എന്നാ കുറവ് കാണിച്ചിരിക്കുന്നേ? ഒരിക്കലും കുറച്ചിട്ടൊന്നല്ല അമ്മേ, എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഞാൻ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണം എന്നൊരാഗ്രഹം. അടുത്ത ജന്മത്തിലും നീ എന്റെ മോൻ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞത് ഈ ജന്മത്തിന്റെ കാര്യ. കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കാതെ. ഈ ജന്മത്തില് അതെങ്ങനെ സാധ്യമാവുക? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ലേ അമ്മേ? അയ്യോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എഴുന്നേക്ക്. ഇത് അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയാ, അമ്മയുടെ വാത്സല്യത്തിന് വേണ്ടിയാ. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ശിവാനിയോട് പറഞ്ഞ് എല്ലാം ശരിയാക്കുന്നുണ്ട് ഞാൻ. എന്റെ ശരിയാവാത്ത ജീവിതമാണമ്മേ, വിട്ടേക്ക്. ലവ് യു മേ. നീ ഐ ലവ് യു എന്ന് പറയേണ്ടത് എന്നോടല്ല, നിന്റെ ഭാര്യയോടാ. പോയി അവളോട് പറയേ. ഞാനത് അമ്മയോടല്ല പറഞ്ഞേ, അപ്പൊ അത് വാങ്ങി വെക്കാൻ നോക്ക്, വെറുതെ ദാനം ചെയ്യാൻ നിൽക്കല്ലേ. ശരിയുടെ മോനെ. ലവ് യു ടു കണ്ണ.
ഓ, അവസാനം ഈ തൃശ്ശൂല് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ താലിയിൽ നിന്ന് എനിക്ക് മുക്തി ലഭിക്കാൻ പോകുന്നു. ഭാഗ്യം. ഈ താലി കാരണമാണ് എനിക്ക് എന്റെ ആദിശേഷനെ നഷ്ടപ്പെട്ടത്. നാഗലോകവുമായിട്ടുള്ള ബന്ധം തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ സമ്പൂർണമായിട്ടും ശക്തിഹീനയായി. എന്നാ ഇപ്പോ അവനായിട്ട് തന്നെ എന്നിൽ നിന്നും അകന്നു പോവുകയാ. എനിക്കിനി ഒരു ശല്യം ഉണ്ടാവില്ല. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും പോവുക. നാഗലോകത്തേക്ക് തിരികെ പ്രവേശിക്കാനായി ഇനിയും അമാവാസികൾ കഴിയാൻ ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. എന്താന്നറിയില്ല, എനിക്കിന്ന് വല്ലാത്ത സന്തോഷം തോന്നുക. ഒരു ബന്ധനത്തിൽ നിന്നും മോചിതയായതുപോലെ തോന്നുക. ഇത്രയും ദിവസം ഞാൻ ഏതോ ഒരു വലിയ ചുഴിയിൽ വീണതുപോലെയായിരുന്നു. നാഗലോകത്തേക്ക് എനിക്കിനി ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയത്. ഇന്നിപ്പോ അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം ലഭിച്ചു എന്നാണ് കരുതുന്നത്. ഇത്രയും ദിവസം നാശമായി പോയ എന്റെ സ്വപ്നങ്ങൾ അതെല്ലാം വീണ്ടും സഫലമാകാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാദേവ, മഹാദേവ, ഞാൻ അങ്ങ് പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് വന്നു, തൃശ്ശൂലിനൊപ്പം ജീവിച്ചു. ഇപ്പോ അവനായിട്ട് തന്നെ എന്നെ വിട്ട് ദൂരേക്ക് പോയിരിക്കുക. ഒരുപക്ഷെ അവൻ തന്നെ തോറ്റ് പിന്മാറി ഇതിൽ നിന്ന് പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ കുറ്റക്കാരിയായേനെ. എന്നാൽ ഞാൻ ഒരു തരത്തിലും കുറ്റക്കാരിയായില്ല. അവനല്ലേ തോറ്റുപോയത്. ഞങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരം അവൻ തോറ്റുപോയാ എനിക്ക് താലിയിൽ നിന്ന് മുക്തി തരാമെന്നാണ് പറഞ്ഞത്. അതെനിക്ക് അവൻ തന്നു. എനിക്കത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഞാനിനി നാഗലോകത്തേക്ക് തന്നെ തിരിച്ചു പോകും. നാഗമാണിക്യം തിരികെ ലഭിക്കാനായി, എന്റെ ആദിശേഷനുമായി ഒന്നു ചേരാനായി വീണ്ടും ഞാൻ ശ്രമിക്കും. മരുമോനെ, നീ ഇതാരെയാ നോക്കുന്നേ? കാര്യം എന്താ? എവിടെ പോയി കിടക്കുക അങ്ങളെ അവൻ? അവനെന്ന് വെച്ചാ ആരാ? വേറെ ആര്? തൃശ്ശൂൽ. ഓ, അവനാണോ? അവൻ കാലത്തന്നെ ഇരുന്നിട്ട് എവിടേക്കോ പോയി. എന്തിനാടാ? അവൻ ഈ വീട്ടിലുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാനേ തോന്നുന്നില്ല അങ്ങളെ. അവന്റെ മുഖം കാണുമ്പോഴേ കത്തി കയറുക എനിക്ക്. കൂൾ മരുമകനെ, കൂൾ. എന്റെ ലൈഫ് എന്ത് നല്ലതായിരുന്നു അങ്ങളെ. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ അവൻ. ശിവാനി എന്റെ സ്വന്തം ആവേണ്ടവളായിരുന്നു. ഇന്ന് അവൻ ഏത് സ്ഥാനത്താണോ ഉള്ളേ ആ സ്ഥാനത്തിരിക്കണത് ഞാനായിരുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാവൂടാ. മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ആരെക്കൊണ്ടും ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ. മരുമകനെ, ഞാനുണ്ടോ നിന്റെ കൂടെ? എന്റെ കൂടെ ഉണ്ടാവേണ്ടത് നിങ്ങളല്ല, ശിവാനിയാ. എന്താങ്ങളെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നെന്താ? ഞങ്ങള് രണ്ടാളെ ഒന്നു ചേർക്കാൻ ധൈര്യമില്ല അല്ലേ? അതങ്ങനെയല്ലട മരുമോനെ. അങ്ങളെ, ഈ വീട്ടിലുള്ളവരെ കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ പറ്റും. അത് ചെയ്തു തരാ, ഇത് ചെയ്തു തരാന്നെല്ലാം വീമ്പ് പറയുന്നല്ലാതെ ആരും ഒന്നും മാറ്റാൻ പോകുന്നില്ല. ആരെ കൊണ്ടും ഒന്നിനും പറ്റില്ല. അങ്ങളെ, എനിക്ക് വീടും മതിയായി, ഈ വീട്ടിലുള്ള ആളുകളെയും മതിയായി. മരുമോനെ, നീ അങ്ങനെ ഒന്നും പറയാതെ. നോക്കി, എല്ലാം ശരിയാവുന്നേ. നീ ഒന്ന് സമാധാനിക്ക്. ഇത് പഴയ ഡയലോഗ് അങ്ങളെ. ഇല്ല മരുമോനെ, എന്റെ സിക്സ്ത് സെൻസ് പറയുന്നത് എന്താണെന്നറിയോ? നിനക്കും ഒരു സമയം വരും. അപ്പോ നീ രാജാവായിരിക്കില്ലേ, ഞാനോ നിന്റെ മന്ത്രിയായിട്ട് ഇവിടെ ഉണ്ടാവും. ശിവാനി നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നേ. അപ്പൊ ഈ വീട്ടിലുള്ളവരൊക്കെ നീ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചോളും. ആ ഒരു സമയത്തിന് വേണ്ടി തന്നെയാ ഞാനും കാത്തിരിക്കുന്ന അങ്ങളെ. തൃശ്ശൂൽ, നിന്റെ സമയം അവസാനിക്കാൻ പോകുന്നു. ഇനി അങ്ങോട്ട് എന്റെ സമയം തുടങ്ങുക. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഓരോ അടിയും നിനക്ക് ജീവിതത്തിൽ ഓർത്തിരിക്കാനുള്ള പൂച്ചെണ്ടുകളായിരിക്കടാ. തൃശ്ശൂൽ എന്തോ ഈ താലിയിൽ നിന്ന് എനിക്ക് മുക്തി തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുവേണ്ടി എന്താ ചെയ്തിട്ടുണ്ടാവുക? ഒരു പക്ഷേ വീട്ടുകാരോടൊക്കെ സംസാരിച്ച് എനിക്ക് കല്യാണം ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവൂ. അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും വന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചേനെ. പിന്നെ എന്തായിരിക്കും അവൻ ചെയ്തിട്ടുണ്ടാവുക?
ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനിപ്പോ വന്നത് ഇത് തന്നിട്ട് പോവാൻ വേണ്ടിയാ. ദാ, എന്താ ഇത്? കത്ത്, ലെറ്റർ. മുന്നോട്ടേക്ക് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കണമല്ലോ. ആ സമയത്ത് നിന്നോട് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി പറ്റിയാലും നീ അതിന് സമ്മതിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയേണ്ടതൊക്കെ ആ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ശരിയാ, അവനെന്തോ കത്ത് തന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വായിക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഞാനത് എവിടെയാ വെച്ചത്? എന്താ ഇത്? ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. എന്നെ വിഷമിപ്പിക്കാൻ വല്ലതും കാണും. വേണ്ട, ഇത് നോക്കുക പോലും വേണ്ട. എന്തോ എന്റെ മനസ്സതിന് അനുവദിക്കുന്നില്ലല്ലോ. ഇത്രയും ദിവസം അവന്റെ ശല്യം ഞാൻ സഹിച്ചല്ലോ. എന്തായാലും ഇതും കൂടി ഒന്ന് നോക്കിക്കളയാം. പ്രിയപ്പെട്ട ശിവാനി, നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് നിന്നോട് പ്രണയം തോന്നിയിരുന്നു. നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാ മുതലാളിയുടെ പേരും പറഞ്ഞ് ഓരോ തവണയും നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നുകൊണ്ടിരുന്നേ. നീ എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. പ്രണയത്തോട് തന്നെ സംസാരിച്ചു. എനിക്ക് എത്രയോ തവണ നമുക്കിടയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രണയമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്നറിയോ. പക്ഷേ ഞാനത് നിന്നോട് പറഞ്ഞാ നീ ദേഷ്യപ്പെടുമെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നല്ല വിഷമം തോന്നുമായിരുന്നു, ഹൃദയം പൊട്ടുന്നത് പോലെ. പിന്നീട് എന്തുണ്ടായെന്ന് നിനക്ക് തന്നെ അറിയാലോ. ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. എന്നാൽ നിന്നെ ഞാൻ താലി കെട്ടിയതിന്റെ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നീ മനസ്സിലാക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ വേസ്റ്റായിപ്പോയി. ഞാൻ എന്റെ മനസ്സിൽ എന്തൊക്കെ വിശ്വസിച്ചോ അതൊക്കെ ഒരു തോന്നലായിട്ട് മാത്രം നിൽക്ക. നിന്റെ മനസ്സ് മാത്രം മാറിയിട്ടില്ല. നീ ഈ കത്ത് വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ തോറ്റ ഞാൻ നിന്നിൽ നിന്ന് ദൂരെ പോവുകയാണ്. ഇനി ഒരിക്കലും നിന്റെ കൺമുമ്പിൽ കാണില്ല ഞാൻ. എത്ര ആഴുണ്ടാവും നോക്കിയായിരിക്കൂലേ. ചാവാൻ വന്നവൻ ആട് എത്രയാണെന്ന് അറിയേണ്ട കാര്യമുണ്ടോ? എന്നെ എന്തിനിങ്ങനെ നോക്കുന്നേ? ഓ, ചാവാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എടാ തൃശൂലേ, നീ ചാവേണ്ടവനല്ല, ജീവിക്കേണ്ടവനാ. പക്ഷേ തോറ്റുപോയില്ലേ. 3 ദിവസത്തിനുള്ളിൽ ശിവാനിയുടെ മനസ്സ് മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതെന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ തോറ്റുപോയില്ലേ. എടാ, തോൽവിക്ക് മരണമല്ല ഉത്തരം. നീ വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കണം. അതിനെനിക്ക് അവസരം കിട്ടിയില്ലല്ലോ. ശിവാനി തന്നു തന്നെ 3 ദിവസം. അതുകൊണ്ട് നീ ഇവിടെ ചാടി ചാവണമെന്ന് തീരുമാനം എടുത്തു, ശരിയല്ലേ? അതിനുവേണ്ടി ഓടിക്ക് വന്നേ. എടാ, മണ്ടത്തരം കാണിക്കില്ലേ. ശിവാനി ചിലപ്പോ തിരിച്ചു വന്നേക്കാം. ഇല്ല, അവള് വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. നോക്ക്, അവൾക്ക് ചിലപ്പോ നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും. നിന്നെ കണ്ട ഒട്ടും ഇഷ്ടമല്ലായിരിക്കും. എന്നാൽ അവൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കടാ. അതെങ്ങനെ നിനക്കറിയാം? അതിനാണ് എന്നെ മനസ്സ് എന്ന് വിളിക്കുന്നത്. എടാ, അവളുടെ മനസ്സിനും എനിക്കും തമ്മിലൊരു എന്തോ വലിയ ബന്ധം കിടക്കുന്നുണ്ട്. അവളുടെ ഹൃദയം ഇടിക്കുമ്പോ എനിക്ക് കിട്ടുന്ന സുഖം എത്രയാണെന്നറിയോ? സിനിമയിലെ പോലെ വെറുതെ ഇമാജിനേഷൻസ് പറയാൻ നിൽക്കല്ലേ. ഇത് റിയാലിറ്റിയാ. ശിവാനിക്ക് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് വീട്ടിൽ നിന്ന് പോകാൻ പറയത്തില്ലായിരുന്നല്ലോ. അവൾ നിന്റെ പ്രണയം പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെങ്കിലോ? അങ്ങനെ തന്നെയാണോ? എനിക്കെന്തോ ശിവാനി തിരിച്ചു വരുമെന്ന് വിശ്വാസമുണ്ട്. നീ ഒരു ലെറ്റർ എഴുതി വെച്ചില്ലേ?
അതെങ്ങാ ശിവാനി വായിച്ചു കഴിഞ്ഞാലേ ഉറപ്പായിട്ട് അവളുടെ മനസ്സ് അലിഞ്ഞു പോവും. അവൾ ഓടി വന്ന് നിന്റെ മുഖത്ത് നോക്കി നിന്നോടുള്ള പ്രണയം പറയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്കങ്ങനെ സംഭവിക്കാൻ തോന്നുന്നില്ല. അവൾ എന്നെ അന്വേഷിച്ച് വരില്ല ഇവിടേക്ക്. ഞാൻ മരിക്കാനുള്ളവനാ. ഞാൻ മരിച്ചേ മതിയാവൂ. ഏയ് തൃശ്ശൂർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ. ഒന്ന് ഇവിടുന്ന് പോ. എന്നെ ഒന്ന് വെറുതെ വിടോ. വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പോയേ. ശിവാനി, നാളെ കഴിഞ്ഞ ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിക്കണം. നീ എന്നോട് ചോദിച്ചതുപോലെ നിന്റെ കഴുത്തിലുള്ള താലിയിൽ നിന്ന് മുക്തി തരാം. അങ്ങനെ ആ താലിയിൽ നിന്ന് മുക്തി തരാൻ വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ശാശ്വതമായിട്ട് പോവാൻ പോവാ. ഞാനില്ലാതായി കഴിഞ്ഞ എന്റെ പേരിൽ നിനക്കുണ്ടായ കളങ്കമൊക്കെ മാറിപ്പോകുമല്ലോ. നാളെയും എനിക്ക് നിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിന്റെ മനസ്സ് എന്നിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, പിന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോയിക്കോളാം ശിവാനി. പക്ഷെ ഒരു കാര്യം സത്യ, എന്റെ അവസാന ശ്വാസം വരെ നിന്നെ ഞാൻ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അന്ന് നമുക്ക് ആക്സിഡന്റ് പറ്റിയ സ്ഥലത്ത് വെച്ച് നീ എന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാനാണ് ആക്സിഡന്റ് കരുതി കൂട്ടി ചെയ്തതെന്ന് പറഞ്ഞ് നീ കുറ്റപ്പെടുത്തിയില്ലേ? ഇന്ന് ഞാൻ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും, പക്ഷെ ജീവനോടെ അല്ലെന്ന് മാത്രം. ശിവാനി, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തിനാണവൻ ചാവാൻ പോകുന്ന സമയത്തും ആശയം ആഗ്രഹം എന്നൊക്കെ പറയുന്നെന്ന് വിചാരിക്കണ്ട. എത്ര വലിയ അപരാധം ചെയ്താലും മരണശിക്ഷയ്ക്ക് വിധിച്ചവരെ പോലും തൂക്കിലേറ്റുന്നതിന് മുൻപ് അവരുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാറുണ്ട്. എന്റെ കാര്യത്തിലും അങ്ങനെ വിചാരിച്ചാൽ മതി. പ്ലീസ്, എന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം. റൂമിലുള്ള കബോർഡിൽ ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, അതെടുത്തോ. അത് നിനക്ക് വേണ്ടിയുള്ളതാ, വേണ്ടാന്ന് പറയരുത്.